ഇന്ന് അമ്മയുടെ സ്പെഷ്യലായ ഒരു വിഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെന്താ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ അമ്മ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ ചക്കടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക, എന്തൊക്കെയായാലും ചേർക്കണ്ടേ? നമ്മൾ ചക്ക ഉള്ള സമയത്ത് നമ്മൾ ചക്ക വേവിച്ച് വരട്ടി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കണ സമയത്ത് കുറച്ച് നൈസ് അരിപ്പൊടി വറുത്തത് എടുക്കുക. നമ്മൾ പെട്ടിന് നനയ്ക്കണ പോലെ നനയ്ക്കുക. വേണമെങ്കിൽ ഒന്ന് അടയ്ക്കൊക്കെ പത്തണ ഒരു അങ്ങനത്തെ ആക്കുക നല്ലത്. എന്നിട്ട് നമ്മൾ കുറച്ച് ഈ ചക്ക വേവിച്ചത് ഇതിലേക്ക് ഇടണം. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇടണം മധുരത്തിന്. കാരണം എന്താ വെച്ചാൽ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ അതിൽ മധുരം ഉണ്ടാവില്ല, ചക്കയുടെ മധുരമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പഞ്ചസാര അതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ കുഴയ്ക്കണം. കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇല എടുത്തിട്ട് ഇതേപോലെ നമ്മൾ അപ്പച്ചെമ്പിലാണ് ഇത് വേവിക്കണത്. വലിയ ഇല കൂടുതൽ, അപ്പോൾ ചെറിയ ചെറിയ ഇലകളും മതി. അത് നമ്മൾ കുഴച്ച് പരത്തി അതിൽ നാളികേരം ചേർക്കണം. നാളികേരം പരത്തി അത് കാട്ടിത്തരണോ? ഒരു സാമ്പിൾ എടുക്കാം. ഒരു സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. ഇതാ ഇങ്ങനെ പരത്തി ഇങ്ങനെ മടക്കണം. അമ്മ ആദ്യം ഒരു എക്സാമ്പിൾ കാണിച്ചു, പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതൊക്കെ ചെയ്തു വെച്ചു. ചക്ക വരട്ടിയ മിക്സ് അമ്മ എന്ത് ചെയ്ത് ഇലയിലെല്ലാം ആക്കി വെച്ചതിന് ശേഷം പിന്നെ തേങ്ങയും കൂടെ അതിൽ മിക്സ് ചെയ്തു. അതിനുശേഷം അതെല്ലാം മടക്കി വെച്ചു. പിന്നെ ആവി കൊള്ളണ പാത്രത്തിൽ വെച്ചിട്ട് ആദ്യം രണ്ടാണ് അങ്ങനെ വെക്കും. ഇതിൻ്റെ മുകളിൽ അതുപോലെ വെക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ രണ്ടട അണ വെക്കുന്നു. അതിൻ്റെ മുകളിൽ വീണ്ടും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കും. അതൊരു അരമണിക്കൂറൊക്കെ വേവിക്കാം. അപ്പോൾ അപ്പം ഈ അട റെഡിയാവും. ഇനി വേണമെങ്കിൽ ഞാൻ വെച്ചത് കാട്ടിത്തരാം. ഓക്കെ, അത് മതി. അമ്മ പണ്ടത്തെ കാലത്ത് എങ്ങനെയാ ഇത് ഉണ്ടാക്കിയത് ചക്കട? ചക്ക ഞങ്ങൾ വലിയൊരു ചെമ്പ്, കുണ്ടൻ ചെമ്പ്, വലിയ ചെമ്പാ. അതിൻ്റെ അടിയിൽ ഒരു 2-3 ചിരട്ട വയ്ക്കും. തുള്ളി വെള്ളം വെച്ചിട്ട് ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മീതെ അണ വയ്ക്കും. ചിരട്ട അണ പറഞ്ഞ വാടിൻ്റെ അങ്ങനത്തെ അണ വലിയ അണ ഉണ്ട്. ചെമ്പ് വലുതാകുമ്പോൾ അതിനനുസരിച്ച് അണ മുറിച്ചോണ്ട് അത് തെങ്ങും മെലങ്ങൊക്കെ വെച്ച് അതിൻ്റെ മീതെ അട വയ്ക്കും. അതിൻ്റെ മീതെ കുറച്ച് വൈക്കോല് വയ്ക്കും. മിന്നി വൈക്കോല് വയ്ക്കും. അതിൻ്റെ മീതെ പിന്നെ വെച്ച് വൈക്കോല് വെച്ച് അട വെച്ച് ഇങ്ങനെ. അപ്പൊ കുറഞ്ഞുണ്ടാവും. വലിയ ചെമ്പാകുമ്പോൾ തലങ്ങും വിലങ്ങും ഒക്കെ വെക്കും. കാരണം ഇവിടെയും വെക്കാം, ഇവിടെയും വെക്കാം, അവിടെയും വെക്കാം. അപ്പൊ കുറെ ഒരു ഇതിൽ കുറെ അടോട്ട് പോയി. അപ്പൊ ഒരു റൗണ്ടിൽ തന്നെ കുറെ ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ വലിയൊരു ചെമ്പോണ്ട് മൂടും. സൗകര്യങ്ങളായില്ലേ, പണ്ട് സൗകര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇങ്ങനെയാണ്. ഇപ്പൊ കാവിയിൽ വിഴുങ്ങാൻ ഇഡ്ലി ചെമ്പ്, മറ്റേ ചെമ്പ്, മറ്റതില്ലല്ലോ. ഇഡ്ലി ചെമ്പൊക്കെ എവിടെ? ഗ്യാസിന് പോയി വെക്കാൻ പോട്ടാ. മുമ്പത്തെ ഞാൻ കാട്ടിയില്ലേ, രണ്ടാമത്തെ ട്രിപ്പ് ഇതാ. ഇനി ഒരു അരമണിക്കൂർ അവിടെ നിന്നിട്ട് തീ നല്ലോണം കത്തി ആവി വരുന്നുണ്ട്. ഏറ്റവും ചെറിയ ഇതിലിട്ട് സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂർ വേവിക്കുക. ഈ അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അട റെഡി. അങ്ങനെ അമ്മേൻ്റെ ചക്കയട റെഡിയായി. ഇത് അടിപൊളിയായിട്ട് ആവിയൊക്കെ വന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട്.
നല്ല സൂപ്പർ അടയായിരുന്നു, ഒരു രക്ഷയില്ല. ഇതുപോലെ നമ്മൾ ചക്ക ഉള്ള സമയത്ത് ചക്ക അത് വരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കെടുത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും.